ഇടുക്കി ഡാമിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നു. നിലവിൽ ജലനിരപ്പ് 2384.72 അടിയായി. മുല്ലപ്പെരിയാറിൽ 138.40 അടിയാണ് നിലവിലെ ജലനിരപ്പ്. സ്റ്റാലിൻ ഉണ്ട് വിവരങ്ങളുമായി. സ്റ്റാലിൻ, സംസ്ഥാനത്ത് പൊതുവെ മഴ ശമിച്ചു, അതിനുശേഷവും ഇപ്പോൾ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നത് ഏത് സാഹചര്യത്തിലാണ്? വൃഷ്ടിപ്രദേശങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴയാണോ? രേണുക സൂചിപ്പിച്ച പോലെ തന്നെ പകല് മഴ അല്പം ശക്തി കുറഞ്ഞു നിന്നിരുന്നു. എന്നാൽ വീണ്ടും മഴ ഇടുക്കി ജില്ലയിൽ ആകമാനം മഴ ശക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമിലേക്കുള്ള നീരൊഴുക്കും ശക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളമൊഴുക്കുന്നതും വെള്ളത്തിന്റെ അളവിലും കാര്യമായിട്ടുള്ള വർധനമാണ് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ കിഴക്കൻ മേഖലകളിലെല്ലാം, പ്രത്യേകിച്ചും ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളായ കിഴക്കൻ മേഖലകളിലെല്ലാം വളരെ ശക്തമാണ് മഴ, വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമിലേക്കുള്ള നീരൊഴുക്കും കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷമാണ് 3 ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ട് ജലം കൂടുതൽ ഒഴുക്കിവിടാൻ വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചത്. രാവിലെ 10 മണിക്ക് ഒരു ഷട്ടർ, ചെറുതോണി ഡാമിന്റെ 3-ാം നമ്പർ ഷട്ടർ 70 സെന്റിമീറ്റർ ഉയർത്തി 50 ക്യൂബിക്സ് ജലമായിരുന്നു പുറത്തേക്ക് വിട്ടിരുന്നത്. എന്നാൽ വൈകിട്ടോടെ ഉച്ചകഴിഞ്ഞ് 4 മണിയോടെ അതിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും അത് 70 ക്യൂബിക്സ് ജലം പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 4:30 വീണ്ടും 2 ഷട്ടർ കൂടി, ഈ ചെറുതോണി ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടി തുറക്കുകയും അത് 25 ക്യൂബിക്സ് വീതം 2 ഷട്ടറുകളും നിലനിർത്തുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ 100 ക്യൂബിക്സിലധികം ജലമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുകുന്നത്. എന്നാൽ വൈദ്യുതി വകുപ്പ് അധികൃതരും ജില്ലാ ഭരണകൂടവും നൽകുന്ന വിവരം, ആവശ്യമെങ്കിൽ നാളെ രാവിലെ വീണ്ടും ഇത് 100 ക്യൂബിക്സ് എന്നത് വർദ്ധിപ്പിച്ച് 200 ക്യൂബിക്സ് വരെ ആക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. എന്തായാലും വൃഷ്ടിപ്രദേശത്ത് മാത്രമല്ല, പെരിയാറിന്റെ മറ്റു സ്ഥലങ്ങളിലുമെല്ലാം ജലവിധാനം ഉയർന്നിട്ടുണ്ട്. ഡാമിലേക്കുള്ള നീരൊഴുക്കും ശക്തമായിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോഴും മഴ വളരെ ശക്തമായി തുടരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇപ്പോൾ മഴ അവിടെ ശക്തമായി തുടരുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ആകെ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുകളും ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വെള്ളം തുറന്നുവിടുക എന്നതാണോ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തെ എങ്ങനെയാണ് അധികൃതർ വിലയിരുത്തുന്നത്? കൂടുതൽ ജലം പെരിയാറിലേക്ക് ഒഴുക്കിവിട്ടാൽ വരും ദിവസങ്ങളിൽ മഴ കൂടിയുള്ള വരും എന്ന പ്രവചനം മുന്നിൽ നിൽക്കെ ആ സാഹചര്യത്തെ എങ്ങനെ അധികൃതർ നോക്കിക്കാണുന്നു? രേണുക സൂചിപ്പിച്ച പോലെ ഈ വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നതനുസരിച്ച് മഴ ശക്തമാകുന്നു. അതോടൊപ്പം തന്നെ ജില്ലയിലും അതിൻ്റെതായ പ്രതിഫലനം ഉണ്ടാവും എന്ന് നമ്മൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് ശക്തമാകും. പെരിയാറിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പിലും കാര്യമായ വർധനമുണ്ടാവും. അപ്പോഴും ജലം കുറച്ചുകൂടി കൂടുതൽ അളവിൽ തുറന്നു വിടേണ്ട സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. എന്നാൽ ഇവയൊക്കെ പറയുമ്പോഴും താഴ്ഭാഗത്തേക്ക്, പ്രത്യേകിച്ചും പെരിയാർ ഒഴുകിയെത്തുന്ന ആലുവ, എറണാകുളം ഉൾപ്പെടെയുള്ള, പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തിനും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റു ഡാമുകളിലും ഇത്തരത്തിലുള്ള ജലത്തിന്റെ വർധനവ്, ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് കൂടി വരുന്നു. ഇതെല്ലാം വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ജില്ലാ ഭരണകൂടത്തിനോടൊപ്പം തന്നെ നമ്മുടെ മന്ത്രി റോഷി അഗസ്റ്റിനും പറയുന്നത് അത്തരത്തിലുള്ള യാതൊരു ആശങ്കയ്ക്കും വകയില്ല, കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ കൂടി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സാഹചര്യം കണ്ടാൽ നമുക്ക് അത്രമാത്രം കരുതാനാവില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ പെരിയാറിലെ നീരൊഴുക്ക് ശക്തമായതിന്റെ, പ്രത്യേകിച്ചും വൈകുന്നേരം 3 ഷട്ടറുകൾ തുറന്നു വിട്ടതിന് ശേഷമുള്ള നീരൊഴുക്കാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും കരിമ്പൻ, ചെറുതോണി ഉൾപ്പെടെയുള്ള മേഖലയിലെ പെരിയാറിന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് വേണം നമുക്ക് കരുതാൻ. രേണുക, ശരി. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളും ഇല്ലെങ്കിലും കൂടുതൽ ജലം തുടർന്നു വിടേണ്ട സാഹചര്യമാണ് ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളെ സംബന്ധിച്ചുള്ളത് എന്നാണ് സ്റ്റാലിൻ റിപ്പോർട്ട് ചെയ്തത്.